ഹലോ എല്ലാവർക്കും ഫ്രെയിമിംഗ് സ്റ്റുഡിയോസിന്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ആനന്ദ്. ഇന്ന് ബ്ലെൻഡർ മെയ്ഡ് ഈസി എന്ന് പറയുന്ന നമ്മുടെ സീരീസിന്റെ 7th എപ്പിസോഡിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു കപ്പിന്റെ സീൻ എങ്ങനെ ബ്ലെൻഡറിൽ ചെയ്തെടുക്കാമെന്നാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞു തുടങ്ങുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ആ ഒരു കപ്പ് ഇരിക്കുന്ന സോസർ നമുക്ക് മോഡൽ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ മിക്കവാറും ഉള്ള ബ്ലെൻഡർ യൂസേഴ്സ് ചെയ്യുന്നത് പോലെ തന്നെ ഞാനും ചെയ്യാൻ പോവാണ്. ചെയ്ത് എല്ലാം സെലക്ട് ചെയ്തിട്ട് എക്സ് പ്രസ് ചെയ്ത് ഡിലീറ്റ് കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് മോഡലിംഗ് സ്റ്റാർട്ട് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്കൊരു മെഷ് സർക്കിൾ ആഡ് ചെയ്യാം. അതിനുവേണ്ടി ഷിഫ്റ്റ് എ മെഷ് സർക്കിൾ. ഇതിന്റെ കൂടെ നമുക്കൊരു മോഡിഫയർ കൂടെ ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതാണ് സബ് ഡിവിഷൻ സർഫസ് മോഡിഫയർ. ഈ ഒരു സബ് ഡിവിഷൻ സർഫസ് മോഡിഫയർ നമ്മുടെ ഉള്ള ഇപ്പോൾ ഉള്ള മെഷസ് കുറച്ചുകൂടെ സബ് ഡിവൈഡ് ചെയ്ത് അത് സ്മൂത്ത് ആക്കി എടുക്കുന്നതാണ്. ഇതിന്റെ ഉപയോഗം നമുക്ക് കുറച്ച് കഴിഞ്ഞ് നമുക്ക് കാണാൻ സാധിക്കും. ഇനി ആദ്യം എക്സ്ട്രൂഡ് ചെയ്യുക ഈ സെറ്റ്. ഇനി വീണ്ടും ഒന്നുകൂടെ എക്സ്ട്രൂഡ് ചെയ്യണം. അതിന് എക്സ്ട്രൂഡ് ചെയ്യുന്നതിന്റെ കൂടെ ഒരു കോംബോയും കൂടെ ആഡ് ചെയ്യാം. ഈ എക്സ്ട്രൂഡ് കൊടുത്തതിന് ശേഷം എസ് ഷിഫ്റ്റ് ഇസഡ് ഈ ഒരു കോംബോ കൊടുക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും എക്സ്ട്രൂഡ് ചെയ്തു, അത് സ്കെയിലും ചെയ്യുന്നുണ്ട്. പക്ഷെ ഇസഡ് ആക്സിസ് ഒഴിച്ച് ബാക്കി എക്സ് വൈ എന്ന് പറയുന്ന ആക്സിസിൽ മാത്രം ഇത് സ്കെയിൽ ചെയ്തിരിക്കുന്നത്. ഷിഫ്റ്റ് ഇസഡ് എന്ന് പറയുന്ന കോംബോ ഇസഡ് ഒഴിയുള്ള ബാക്കി എല്ലാ ആക്സിസും ലോക്ക് ചെയ്യുന്ന ഒരു കോംബോയാണ്. അപ്പോൾ ഈ ഒരു കോംബോ വെച്ച് നമ്മളൊന്ന് സ്കെയിൽ ചെയ്തു. ഈ ഒരു ഹോള് നമുക്ക് ഫിൽ ചെയ്യണം. അതിന് മുന്നേ ജി ഇസഡ് ഒന്ന് താഴെ വെച്ചതിന് ശേഷം നമുക്കൊന്ന് ആ ഒരു ഹോൾ ഇത്തിരി വലുതായതുകൊണ്ട് അതിന്റെ മുകളിലത്തെ ആ ഒരു വെർട്ടിസ് റിംഗ് കൂടെ സെലക്ട് ചെയ്യണം. അതുകൊണ്ട് കൺട്രോൾ പ്ലസ് കൊടുക്കുക. അപ്പൊ നമുക്ക് അതും കൂടെ ഒന്ന് സെലക്ട് ആയി കിട്ടും. നേരത്തെ പോലെ എസ് ഷിഫ്റ്റ് സെറ്റ് കോംബോ ഉപയോഗിച്ചു ഹോള് ചെറുതാക്കി. ഇനി ഇതൊന്ന് ഫില്ല് ചെയ്യണം. നോർമലായിട്ട് നമ്മൾ എഫ് പ്രസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു റിസൾട്ട് ആയിരിക്കും കിട്ടുക. നമ്മൾ ഇതിന് പകരം വേറൊരു കാര്യം ചെയ്യാൻ പറ്റും. ഈ ഇസഡ് എന്ന് പറയുന്ന ആ ഒരു ഓപ്പറേഷൻ ഒന്നുകൂടെ ചെയ്യാം. എന്നിട്ട് വീണ്ടും അതേപോലെ ഒന്നുകൂടെ ചെയ്യാം. അങ്ങനെ 2-3 തവണ ചെയ്ത് ഈ ഒരു ഹോള് ക്ലോസ് ചെയ്യാം. എന്നിട്ട് ലാസ്റ്റ് മെർജ് ചെയ്യാം അറ്റ് സെന്റർ. ഇത്രയുള്ള ആ ഒരു ഹോള് ക്ലോസ് ആയിട്ടുണ്ട്. ഈ സോഴ്സിന്റെ ഔട്ടർ റിങ് സെലക്ട് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് ഒരു വെർട്ടിസ് സെലക്ട് ചെയ്തതിന് ശേഷം ഡബിൾ ക്ലിക്ക് കൊടുക്കുക. അപ്പോൾ ആ ഒരു റിങ് സെലക്ട് ഈ സെറ്റ് മുകളിലോട്ട് ഗ്രാബ് ചെയ്യുക. ഇനി കുറച്ചുകൂടെ എഡ്ജ് ലൂപ്പ് എന്ന് പറഞ്ഞാൽ ലൂപ്പ് കട്ട് ആഡ് ചെയ്ത് ഒന്ന് സ്മൂത്ത് ചെയ്യുക. സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ഈ ഒരു ലൂപ്പ് കട്ട്സ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു മെഷ് നല്ല രീതിയിൽ കാണത്തില്ല. ഇനി റൈറ്റ് ക്ലിക്ക് കൊടുത്ത് ഷെയ്ഡ് സ്മൂത്ത് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു ബ്ലോക്കിനെസ് നമുക്ക് സ്മൂത്ത് ചെയ്ത് കളയാൻ പറ്റും. സ്മൂത്ത് ചെയ്ത് കൊടുക്കുക. എന്നിട്ടും ചെറിയൊരു പ്രശ്നം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അത് മാറ്റാനായിട്ട് ഒബ്ജക്ട് പ്രോപ്പർട്ടീസിലോട്ട് പോവുക. ഈ ഒരു ഗ്രീൻ ബട്ടൺ എന്നിട്ട് നോർമൽസിന്റെ ഇടയിൽ ഓട്ടോ നോർമൽസ് ഇത് കൊടുക്കുമ്പോൾ ആ ഒരു പ്രശ്നം നമുക്ക് മാറി കിട്ടുന്നതാണ്. ഇനി വേറൊരു മോഡിഫയർ കൂടെ ആഡ് ചെയ്യണം, ബെവൽ മോഡിഫയർ. നമുക്ക് ആ ഒരു എഡ്ജസ് ഒക്കെ നല്ലൊരു സ്മൂത്ത് ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ സെഗ്മെന്റ്സ് കുറച്ചൊന്ന് കൂട്ടിക്കൊടുക്കുക. ഓക്കെ, ഇനി നമുക്കൊന്ന് സേവ് ചെയ്യണം. കൺട്രോൾ എസ് കൊടുക്കുക. സെക്കൻഡ് സീൻ എന്ന് പറഞ്ഞ് സേവ് ചെയ്യാം. ഇനി വേറെ ലുക്ക് ഇട്ടെടുത്ത് താഴോട്ട് ഒഴിക്കുക. ഓക്കെ, ഇവിടെ ഒന്ന് ചെറുതാക്കണം. അതിന് ഇവിടത്തെ
നടുക്കത്തെ വെർട്ടിസ് സെലക്ട് ചെയ്തതിനു ശേഷം Ctrl+ കൊടുത്ത് സെലക്ട് ചെയ്യുക. എന്നിട്ട് S കൊടുത്ത് ചെറുതായിട്ടൊന്ന് സ്കെയിൽ ചെയ്യുക. ഓക്കെ, ഇനി നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും ഇത് വളരെയധികം തിന്നായിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഒത്തിരി തിക്നെസ് കൊടുക്കാൻ വേണ്ടിയിട്ട് സോളിഡിഫൈ എന്നുള്ളത് വേറൊരു മോഡിഫയർ ആഡ് ചെയ്യുക. നോക്കിയാൽ കാണാം കുറച്ച് തിക്കായിട്ടുണ്ട്. പക്ഷെ ഇത് വളരെ ഷാർപ്പ് ആയതുകൊണ്ട് ബെവൽ മോഡിഫയറിന്റെ മുകളിൽ വേണം ഇത് പ്ലേസ് ചെയ്യാൻ. അപ്പോൾ അത് നോക്കുക, കാണാൻ പറ്റും ഇത് നല്ല രീതിയിൽ ബെവൽ ആയിട്ടുണ്ട്. ആ ഒരു ഷാർപ്പ് എഡ്ജസ് ഒക്കെ അങ്ങ് പോയിട്ടുണ്ട്. ഓക്കെ, ആ ഒരു ഹോൾ ഇത്തിരി വലുതായതുകൊണ്ട് നമുക്ക് അതൊന്ന് കുറയ്ക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു Y ആക്സിസിൽ നിന്ന് ഡെഡ് ആയിട്ടുള്ള ഒരു സ്ട്രെയിറ്റ് വ്യൂ നമുക്ക് വേണം. എന്നാൽ നമുക്കൊരു സ്ട്രെയിറ്റ് വ്യൂ വേണമെന്നുള്ളത് കൊണ്ട് നമുക്ക് ഈ ഒരു ഗിസ്മോ, ഈ ഒരു ഒബ്ജക്റ്റിൻ്റെയാണ് ഗിസ്മോ എന്ന് പറയാറ്. അപ്പോൾ ഇവിടെ Y എന്ന് പറയുന്ന ഈ ഒരു ഗ്രീൻ സർക്കിൾ ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് Y ആക്സിസിൽ നിന്നുള്ള ഒരു സ്ട്രെയിറ്റ് വ്യൂ കിട്ടും. അത് നമുക്ക് X ആക്സിസിൽ നിന്ന് കിട്ടും, Z ആക്സിസിൽ നിന്ന് നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് Y ആക്സിസിലോട്ട് പോവാം. എന്നിട്ട് ഇവിടെ വേറൊരു മോഡ് ഉണ്ട്, എക്സ്റേ മോഡ്. ഇതാണ് എക്സ്റേ മോഡ്. വയർ ഫ്രെയിം മോഡിന്റെ തൊട്ടടുത്താണ് ഈ എക്സ്റേ മോഡ്. ഈ ഒരു എക്സ്റേ മോഡ് ഉപയോഗിച്ച് നമുക്ക് തൊട്ട അപ്പർ സൈഡിലുള്ള വെർട്ടിസസ് വരെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ കാണാനും സെലക്ട് ചെയ്യാനും സാധിക്കും. അപ്പോൾ ആ ഒരു എക്സ്ട്രാ മോഡ് ഓൺ ആക്കിയതിന് ശേഷം ഇത്രയും വെർട്ടിസസ് ബോക്സ് സെലക്ഷൻ ഉപയോഗിച്ച് സെലക്ട് ചെയ്യുക. എന്നിട്ട് മുകളിലോട്ടൊന്ന് വയ്ക്കുക, കുറച്ചൊന്ന് സ്കെയിൽ ചെയ്ത് അകത്തോട്ട് വയ്ക്കുക. കഴിഞ്ഞു. അപ്പോൾ നമ്മൾ നമ്മുടെ സോസർ ബിൽഡ് ചെയ്തിട്ടുണ്ട്. അടുത്ത പാർട്ടിൽ നമുക്ക് കപ്പ് ബിൽഡ് ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതേപോലെ തന്നെ എൻ്റെ Instagram ID ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.